വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റിയിലോട്ട് കിടക്കുമ്പോൾ നാളെ എങ്ങനെ ഓപ്പൺ ചെയ്താലായിരിക്കും ഒരു ബെറ്റർ സിനാരിയോ? നാളെ ബെറ്റർ സിനാരിയോ, സപ്പോസ് നാളെ മാർക്കറ്റ് ഈ റേഞ്ചിൽ ഒരു 24,200 ഈ റേഞ്ചിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ആണ് എൻ്റെ ബെറ്റർ സിനാരിയോ എന്ന് പറയുന്നത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാൻ ചാൻസ് വളരെ കുറവാണ്. അഥവാ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വരുവാണെങ്കിൽ ഞാൻ പുട്ട് സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24,100 റേഞ്ച് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 24,30 ഇല്ലെങ്കിൽ 24,000 ആയിരിക്കും. തേർഡ് ടാർഗറ്റ് 23,900. ഇതായിരിക്കും എൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ ടാർഗറ്റ് ഈ ഒരു 24,030 ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. ഓക്കെ, അഥവാ സപ്പോസ് നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോ ചെറിയ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ സ്മോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ആ റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒരു 24,130 ഇല്ലെങ്കിൽ 100ൻ്റെ താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പിന്നെ 24,30 ഇല്ലെങ്കിൽ 24,000 ആ റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യും. സെക്കൻഡ് ടാർഗറ്റ് 23,900 വരെ ഞാൻ ബുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. അഥവാ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ ഒരു 24,100ൻ്റെ താഴെ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. സപ്പോസ് ഒരു 3 to 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ക്ലോസിങ് തരുവാണ്, ഈ ഇതിൻ്റെ താഴെ ക്ലോസിങ്ങിലാണെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ ഒരു പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുക്കും. സപ്പോസ് ക്ലോസ് ചെയ്തില്ല, അവിടെ നിന്ന് അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഈ റേഞ്ചിൽ ഇങ്ങനെ വന്ന് നിന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ച് ടൈം വേസ്റ്റ് ഇവിടെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഡൗൺ തരാൻ ചാൻസ് ഉണ്ട്. അഥവാ അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ, ഒരു 5 മിനിറ്റ് ക്യാൻഡിലെ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ക്യാൻഡിലെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പുട്ട് സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു റിജക്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ ടാർഗറ്റ് 23,900 വരെ നാളത്തെ ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്യും. ഓക്കെ, ഞാൻ നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി അല്ലാണ്ട് ഞാൻ രണ്ട് സ്റ്റോക്കല്ല, ഒരു സ്റ്റോക്കാണ് നോക്കി വെച്ചേക്കുന്നത്. നമ്മുടെ മറ്റേ ദൽഭാരത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നത്, ദൽഭാരതിൽ ഈ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെ ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. 1,900 1900 വരെയും പോയിന്റ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 50 പോയിന്റും കൂടി ഇനി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഓൾറെഡി വെയിറ്റിംഗ് ആണ് ഇതിനു വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നാളെ ട്രേഡ് എടുക്കണമെങ്കിൽ ഈ റേഞ്ചിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു 1940 റേഞ്ചിൻ്റെ താഴെ ഒരു ഓപ്പണിംഗ് കിട്ടുവാണ്. ഇതിൻ്റെ താഴെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഒരു പുട്ട് സൈഡിലോട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുവാണെങ്കിലും ഒരു പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. 1900 വരെയുള്ള ഒരു ടാർഗറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതല്ലാണ്ട് ഞാൻ വേറൊരു സ്റ്റോക്ക് കണ്ടുപിടിച്ചത് വോൾട്ടാസ് ആണ്. വോൾട്ടാസിൽ എന്താണ് സിനാരിയോ? വോൾട്ടാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്നറ്റ് പാറ്റേൺ ആണ്. കണ്ടോ, ഒരു പെന്നറ്റ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഈ പെന്നറ്റ് പാറ്റേണിൻ്റെ പ്രത്യേകത, ഇൻവേർട്ടർ പെന്നറ്റ് ആണ്. അപ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ട, ഈ ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അത് എപ്പോഴായിരിക്കും ആ മൂവ്മെൻറ്റ് കിട്ടുക? ഞാൻ അപ്സൈഡിലോട്ട് ഇൻട്രസ്റ്റഡേ അല്ല. ഓക്കെ, അത് സപ്പോസ് നാളെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെ ഒരു ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഒരു ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പ് സൈഡിലോട്ട് ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിൽ വെക്കും. 1,450 ഈ റേഞ്ചിലായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് 1,418, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 1,400. ഓക്കെ, എങ്ങനെയാണ് സിനാരിയോ? സപ്പോസ് നാളെ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ റേഞ്ചിൻ്റെ താഴെ കാണിച്ചു തരാം. ഈ റേഞ്ചിന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ട്രേഡ് എൻട്രി എടുക്കുന്നു. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് ഒറ്റയടിക്ക് ഇവിടെ ഒരു ഫോൾ വരാനും ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു മൂമെൻറ്റിലായിരിക്കും ഞാൻ വോൾട്ടാസിൽ ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്ത് തരണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ടൈമിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരും. ഞാൻ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കത് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.